കഴിവും പ്രാപ്തിയുള്ള ഒരു നേതാവാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റ് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? അതായത് നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു, ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആരോടും പറയാനും പറ്റുന്നു. ഈ ഡ്രാമയൊന്നും ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്കില്ലാത്ത പ്രശ്നം എന്താ എനിക്ക്? ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം താങ്കൾ പറയുന്നത്? പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശക്തമായ നടപടിയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. ഞങ്ങളുടെ MLA-ക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ MLA-ക്കെതിരായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. മറ്റൊരു സരിതയെ നാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടരാം നേതാക്കൾ വീണ്ടും. ഇതാ ദുഷ്ടരാം നേതാക്കൾ വീണ്ടും. ഇതാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള വാർത്തകളും പ്രചാരണങ്ങളും കാണുന്ന സാധാരണക്കാരന് തോന്നുന്നത്. കഴിഞ്ഞ 5-6 മാസമായി ദൃശ്യമാധ്യമങ്ങളിൽ അശരീരിയായി കേട്ട ആ സ്ത്രീ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നറിയാൻ മലയാളികൾ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. അവളൊരു കന്യകയാണെന്നും വിവാഹിതയാണെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ കേട്ടു. എന്തായാലും ആ അശരീരിയുടെ ഉടമ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന അവസാന വാർത്ത. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലെ മാൻ ഓഫ് ദ മാച്ച് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു പാഠമാണ്, അതിൽ സംശയമില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ പെരുമാറണം, സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം, സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ളതിന് നല്ല കൃത്യമായ പാഠമാണ് രാഹുൽ മാങ്കൂട്ടം നൽകുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും നാളെ മന്ത്രിയാവാനും MLA ആവാനും മുതിരുന്ന യുവാക്കൾക്കും ഇതൊരു പാഠമാണെന്നാണ് ജനഭൂമിക്ക് പറയാനുള്ളത്. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് കേരള പോലീസ്. ലൈംഗിക പീഡന കേസിൽ യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പഴുതടച്ചുള്ള അന്വേഷണമാണ് നേതാവിനെതിരെ ആരംഭിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയാണ് രാഹുലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് FIR-ലുള്ളത്. നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചതോടെയാണ് വീണ്ടും രാഹുൽ വിഷയം കത്തിപ്പടരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ UDF-ന് കനത്ത തലവേദനയാകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളാണ് ശക്തമാകുന്നത്. ഇത്തരമൊരവസരത്തിൽ യുവതിയുടെ കടന്നുവരവ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇവിടെ പ്രചാരണമുള്ളത് അഴിച്ചുവിട്ട ഒരു കാളക്കൂറ്റനെ പോലെ രാഹുൽ മാങ്കൂട്ടം വിലസി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ശക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും VD സതീഷിനൊപ്പം ഉറച്ചുനിന്ന പ്രവർത്തകരായിരുന്നു. പിന്നീട് KC വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് പോയി എന്ന തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന് വലിയൊരു റോൾ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാൻ കഴിയില്ല. ലൈംഗിക ആരോപണത്തിന് വിധേയരായ ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. കുഴിച്ചുമൂടപ്പെട്ട ഒട്ടേറെ കേസുകൾ വീണ്ടും ചർച്ച ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വഴി തെളിയിച്ചാൽ കോൺഗ്രസ് ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിനെ വിമർശിക്കുന്ന നേതാക്കന്മാർക്ക് ധാർമ്മികമായി അതിനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യം സമൂഹത്തിൽ ഉയരേണ്ടതാണ്. ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത്രമാത്രം മലീമസമായിരിക്കുകയാണ്. കാമിനി മൂലവും കനകം മൂലവും കലഹം നടക്കുന്ന വേദിയായി നമ്മുടെ രാഷ്ട്രീയം മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ശരി.
ഈ 3 കക്ഷികളും ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം ഏതൊക്കെ തലത്തിൽ പോകുമെന്ന് പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ഒരു വാർത്തയാണ്, ജയിലിൽ കൊണ്ടുപോകുന്നതും ഒരു വാർത്തയാണ്, കോടതിയിൽ ഹാജരാക്കുന്നത് മറ്റൊരു വാർത്തയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും വാർത്തയായി മാറും. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിലുണ്ടായ ആ തിരിച്ചടി പരിഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപയോഗിക്കാമെന്നാണ് ഇടതുപക്ഷം കണക്കാക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പ്രചരണോപാധിയായി എടുക്കാൻ കഴിയില്ല. എന്തായാലും ശരി, വിഷയം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ സജീവമാകുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടാണ്. നമ്മുടെ സംസ്കാരത്തിനും നാണക്കേടാണിത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിഷയങ്ങൾ വരും. ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന വിമർശനം ആ പാവപ്പെട്ട മനുഷ്യനെ എത്രമാത്രം തളർത്തി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി രാഹുൽ മാങ്കൂട്ടം കാണിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല മറുപടി എന്നാണ് ജനഭൂമിക്ക് പറയാനുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കല്ലെറിയാൻ നിൽക്കുന്ന പാപികളുടെ ലിസ്റ്റ് എടുത്താൽ അവരുടെ യഥാർത്ഥ കഥകൾ പുറത്തു വന്നാൽ ചിത്രം വ്യത്യസ്തമായിരിക്കും. കല്ലെറിയുന്നവർ അതിന് യോഗ്യരാണോ എന്നന്വേഷിച്ചാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നതും മറക്കാതിരിക്കണം. KPCC ആസ്ഥാനത്ത് പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള യന്ത്ര സംവിധാനം ഇല്ല എന്നത് ഒരു അപര്യാപ്തതയാണ്. സംസ്ഥാനത്ത് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ അത്തരമൊരു സംവിധാനം ഉണ്ടാകണമെന്നാണ് ആവശ്യം. അത്തരമൊരു യന്ത്ര സംവിധാനം ഉള്ളതുകൊണ്ടാണ് CPMകാർക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള യന്ത്ര സംവിധാനം AKGയിലുണ്ട്. ഈ കേസുകൾ അന്വേഷിക്കാൻ പാർട്ടി പോലീസുമുണ്ട്, വിധി പറയാൻ പാർട്ടി കോടതിയുമുണ്ട്. അത്തരമൊരു സംവിധാനമാണ് കോൺഗ്രസുകാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെയാണ് കുറ്റവാളികളെ CPMകാർ വെള്ളപൂശിയെടുക്കുന്നതെന്ന് സമകാലിക കേരള രാഷ്ട്രീയം കണ്ടുപഠിക്കണം. സ്ത്രീ പീഡന കേസിൽ അപമാനിതനായ MLA, പീഡനക്കേസിൽ പ്രതിയായിരുന്ന മന്ത്രി എന്നിവരൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവരെയൊക്കെ മറന്ന് രാഹുലിന് പിന്നാലെ പോകുമ്പോൾ ഇവർക്കൊക്കെ വിമർശിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ 9 വരെ രാഹുൽ വിഷയം കത്തിച്ചു നിർത്താനും ശബരിമല വിഷയം മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. രാഹുൽ ഇക്കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഈ കാര്യത്തിൽ രാഹുൽ മാത്രമാണോ തെറ്റുകാരൻ? ഉഭയസമ്മതപ്രകാരം നടന്ന ഏതെങ്കിലും ബന്ധത്തെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ കേരള ജനത അത് തിരിച്ചറിയേണ്ടതാണ്. അല്ലെങ്കിൽ നാളെ കേരളത്തിൽ ആർക്കും രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയാതെ വരുമെന്നാണ് ജനഭൂമിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.